ഓ ഇത് ഭയങ്കര കൊളാ ഇത്. കേട്ടോ ഇപ്പൊ വെള്ളമുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ പറ്റും. നമ്മൾ കുത്തിയ കൊള്ളല്ലേ ഇതല്ലേ അന്ന് എൻഗേജ്മെന്റിന്റെ എന്റെ എൻഗേജ്മെന്റ് ഇടയ്ക്ക്. ഇതിപ്പോ കൃഷിക്ക് ഉപയോഗിക്കാം അല്ലേ? അച്ഛ ഇതിലെ കൂടെ ഇപ്പൊ നടക്കാനുള്ള വഴിയേ ഉള്ളൂ. അത് നടക്കാം. ഞാൻ മുണ്ട് നമുക്ക് തെങ്ങ് വെച്ച് മൊത്തം തെങ്ങ. ഇതിപ്പോ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാണോ ഈ വാഴ? ഓ ഇത് അച്ഛാ അപ്പൊ അവന് വാടക കിട്ടുമോ അച്ഛാ? ഇത് ഷാജിയല്ലേ? അതിന് നമുക്ക് എന്തായാലും തരുമോ? അതിന് വേറെ ഒരു കംപ്ലീറ്റ് തെങ്ങ് അവരുടെ കൃഷി 5 വർഷം കൊണ്ട് തെങ്ങ് പിടിപ്പിച്ചു. പൈസ ഇല്ല? പൈസ ഒന്നുമില്ല. അത് ഭയങ്കര ഇതല്ലേ നമ്മളൊന്നും അറിയാം. അല്ല അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം അതവരെടുക്കും. അല്ല അവർക്ക് എന്തെങ്കിലും വേണ്ട. തെങ്ങ് പിടിപ്പിക്കാൻ തന്നെ എളുപ്പത്തിൽ. അതെ അതെ. ഇതിപ്പോ എത്ര തെങ്ങുണ്ട്? ഇതോ 200 ചില്ലാൻ തെങ്ങുണ്ട്. ഇതിപ്പോ 200 ചില്ലാൻ തെങ്ങോ? തെങ്ങും പിന്നീടായിട്ട് മാറി. നോക്കി നടക്കണം. അതാണ്. ഓ ഇത് നിത്യമായിട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ. അല്ല ഇത് കുറച്ച് പ്രയാസമായത്. കൊതുകുള്ളോണ്ടേ ഇത് കിടക്കുന്നു, പഴം കിടക്കുന്നു. അല്ല നമുക്ക് പഴം അവിടെ 1 കിലോ പഴത്തിന് 70 രൂപയാ ബാംഗ്ലൂര്. ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നു. ഇത് ഒരു സ്ഥലത്ത് 4 കിലോ 100 രൂപ ഉള്ളല്ലോ അച്ഛാ. ആണോ? കൊള്ളത്തില്ല അല്ലേ? അച്ഛാ ഇതിപ്പം ഇവിടം വരെ കൃഷിയാ അല്ലേ? 200 തെങ്ങ് വെച്ചിരിക്കുവോ അല്ലേ? 5 വർഷത്തേക്കാണോ അച്ഛാ? 5 വർഷത്തേക്ക് നമുക്കൊന്നും ചെയ്യാം. തെങ്ങ് വളരും. അപ്പൊ വെള്ളമൊക്കെ ഒഴിക്കുന്നു നമ്മൾ നോക്കിയാൽ മതി ഇടയ്ക്ക്. അതെ. ഓ ഇത് നടക്കാൻ കുറച്ച് പാടാ. ഇത് ഞാൻ വന്നപ്പോ വന്നപ്പോ ഇതിപ്പോ വന്നിട്ട് 2-3 കൊല്ലമായില്ലേ? ആ ഇതിപ്പോ ഒന്നും അറിയത്തില്ല ചേത എങ്ങനെയാന്നൊക്കെ. ജയേന്ദ്ര കൊച്ചിനെ അങ്ങോട്ട് കേറുന്ന എങ്ങനെ? വേണ്ട അല്ല അങ്ങോട്ട് പോകണ്ട. നമുക്ക് നമ്മുടെ ഇത് നേരെ അല്ലേ? ഇതിനി റെഡിയാക്കി എടുക്കണം. നമ്മൾ വാങ്ങിച്ച വഴി ഇതാണോ? അല്ല വണ്ടി എങ്ങനെയാച്ചാ വരുന്നേ? അപ്പുറത്തേക്ക് ഈ കുന്നിന്റെ അപ്പുറത്തൊക്കെ ഉള്ളത്. അല്ല ജയേന്ദ്ര കൊച്ചിന്റെ ഇവിടം വരെ ഉള്ളത്. ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ചുമ്മാ റിലാക്സ് ചെയ്യാനൊക്കെ ഇവിടെ വരാം. മാംഗോ മോഡസ് ഒക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ലേ തുടങ്ങിയിരുന്നത്?
ഏ? എന്നെക്കാട്ടും നീ അടക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇതിപ്പോ നമ്മൾ വാങ്ങിച്ച വഴിയാണോ? അല്ല, ആയിട്ടില്ല. അതെന്ത് ഇങ്ങനെ ആക്കി എടുത്തേച്ചാ? വണ്ടി ഇതാകാൻ സ്ഥലം വേണ്ട. ഇത് നമ്മൾ റെഡിയാക്കി എടുത്താണോ? ആ, പിന്നെ നമ്മൾ പൈസ എടുത്തില്ലേ? ഇത് എല്ലാരും കൂടി ചേർന്നു. ഇത് കോമൺ അല്ലേ? ഇത് ആയിട്ടില്ല. ഇതിപ്പോ അപ്പുറത്തെ വഴിയല്ലേ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്? ഇതെന്തുവാ? ഇതൊക്കെ ജയന്തൻ കൊച്ചിന്റെ? അല്ലല്ല, ഇത് പിന്നെ ഇതുണ്ടല്ലോ, നോക്കി ഇവിടെ തൊട്ട് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഉല്ലാസത്തിൻ്റെ രാജേഷിൻ്റെ. പുള്ളിക്ക് എത്ര സെന്റ് ഉണ്ട്? പുള്ളിക്കാണ് 50 സെന്റ്. ഇത് ഷാജിയുടെ. ഇവിടെ തൊട്ട് ഷാജിയുടെ സ്ഥലം വഴിയാക്കി എടുത്തു. അത് ബോർഡർ ഇതുണ്ടോ? ബൗണ്ടറി ഉണ്ടോ? ആ, ഈ കണ്ടല്ലോ തൊട്ട് അവിടെ തൊട്ട്. ഇത് വഴിയാ അങ്ങോട്ടൊക്കെ പോയിട്ട്. ഇപ്പൊ ആരുടെ ഈ സ്ഥലം? വീട്? ഇതാ ഞാൻ പറഞ്ഞ മുകളിൽ വീട് വെക്കുന്നത്. ഓഹോ, ഈ ലെവലായിട്ട് കിടക്കുന്നില്ലേ, ലെവലായിട്ട് കിടക്കുന്ന ജെയിംസിന്റെ. അല്ല, ഇതിപ്പം മറ്റേ ജയേന്ദ്രൻ കൊച്ചു കൊടുത്ത സ്ഥലത്താണോ? ഇത് അല്ല, നമുക്ക് വഴി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പം അവർ പണിയുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് വഴി, മനസ്സിലായോ? ഇവിടുന്ന് ഇപ്പം പുള്ളിയുടെ പണിക്ക് വേണ്ടി, പുള്ളിയുടെ കെട്ടിടത്തിൻ്റെ പുള്ളിക്ക് എങ്ങനെയാ അപ്പുറത്ത് റോഡ്? ഇവിടെ അത് ഞാൻ കാണിച്ചു തരാം. കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടി പുള്ളി ചോദിച്ചു നമ്മളോട്, കെട്ടിടം പണി വരെ ഞാൻ ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് തന്നെ വഴി അവിടെ നിന്നല്ലേ നേരെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് 12 അടി വീതി. ഓ, നമ്മുടെ വഴി യൂസ് ചെയ്തോട്ടെ ചോദിച്ചല്ലേ? അല്ല, പുള്ളി ഇങ്ങനെ വഴി ഇപ്പം തൽക്കാലം പുള്ളിക്ക് ലോഡ് ഇറക്കാൻ വേണ്ടി ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് വഴിയാ, ഇവിടെ ഇങ്ങനെ ആയിരുന്നു വഴി. പറഞ്ഞ മനസ്സിലായി വഴി. ഇത് പുള്ളിപ്പോൾ വീട് പണിഞ്ഞതാണ്. ഇത് മനസ്സിലാകുമ്പോൾ അച്ഛ, എനിക്കിപ്പോ മനസ്സിലാവത്തേ, ജയേന്ദ്ര കൊച്ചിന്റെ ആ മറ്റേ വീടൊക്കെ എവിടെ? ഇതിപ്പോ നമ്മള് വാങ്ങിച്ച വഴിയല്ലേ? അല്ല, അപ്പൊ നീ സ്റ്റാർട്ടിങ് ഒന്ന് കാണിച്ചേ, ഒരു പിടുത്തം കിട്ടും. ഇതിപ്പോ ലോറി കയറും അല്ലേ? ഇത് ഇനിയിപ്പോ നമ്മൾ വായിച്ചു. ഇത് കോമൺ ആണോ അച്ഛാ? ഇത് നമുക്ക് ഈ ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും കൂടെ പോകും. ആ വഴിയുണ്ടല്ലോ, അത് ടാർ ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ആണോ? പൈസ എല്ലാവരും കൂടെ ഷെയർ ചെയ്യണം? അല്ല, ഷെയർ ചെയ്ത് കൊടുത്തു. ഒരാൾക്ക് 40,000 രൂപ കൊടുക്കണം. ടാറിങ്ങോ? അല്ല, പുള്ളിക്ക് സമ്മതം. അതിനുള്ള വീട്ടുകാരെല്ലാവരും സമ്മതിച്ചാൽ ഒരാൾ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു. അത് ശരിയായി. അയാൾക്ക് പൈസ കൊടുത്തു. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ പിന്നീട് എങ്ങനെ ടാർ ചെയ്യുന്ന എവിടുന്ന? നേരത്തോടാ ടാർ ചെയ്യുന്ന എവിടുന്ന? ഇത് വേറെ വീടാ അല്ലേ? ഇത് കോമൺ ആയിട്ടുള്ള വീട്. ഓ, ഇത് ഭയങ്കര കേട്ടോ, കുറെ പ്രയാസപ്പെട്ട്. ഇതിപ്പോ കുഞ്ഞിന്റെ അല്ലേ ഇപ്പുറത്തല്ലേ എടുത്തിരിക്കുന്നത്? കുഞ്ഞിന്റെ ഇപ്പുറത്ത്. പിന്നെ അല്ല, ഇതിപ്പോ അപ്പുറത്തെ ആയില്ലേ? പിന്നെ നടന്നിപ്പോ മറ്റേ മയിലാട് ആ വഴിക്ക് ചെന്ന് പൊട്ടുന്നു. അത് റോഡായി. ഇത് കണ്ടോ, നോക്ക്. ഇതെവിടെ എന്നറിയോ? ഇത് നമ്മുടെ കുന്നശ്ശേരി കാവിൽ ചെന്ന് മുട്ടി. കുന്നശ്ശേരി കാവിലെത്തി. കുന്നശ്ശേരി കാവിൻ്റെ അവിടെ ഈ റോഡ് കുറച്ചങ്ങ് പോയാൽ നോക്ക്, ഇത് പോയാൽ കടിച്ചു കിട്ടും. ലെഫ്റ്റ് സൈഡ് കടിച്ചിരുത്തിയോ? ഇങ്ങനെ പോയി നമ്മുടെ ആ കയറ്റം ജയേന്ദ്രൻ്റെ
അല്ല മറ്റേ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇങ്ങനെ തന്നെയാണോ? കുഞ്ഞിന്റെ അപ്പുറത്ത് ഇതെന്താ ഈ റോഡ് ടാർ ഇത് വേറെയാണോ? ഇത് ടാർ ചെയ്യിപ്പിച്ച സുനിലിന്റെ വീട്. സുനിലിന്റെ വീടാ അത്. നമ്മുടെ അപ്പ നമ്മൾ ഇവിടുന്ന് ആ ടാറിങ് തുടങ്ങുന്നത്. ഇതാണിപ്പം ടാർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ആയിട്ടുണ്ട് അങ്ങേറ്റം വരെ. അവിടെ അങ്ങോട്ട് പുള്ളി പറഞ്ഞാൽ നമുക്ക് ജീവിക്കാം എന്നാണ്. എല്ലാവരോടും ഷെയർ ചെയ്തു. അല്ല അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്ഥലത്തിന്റെ വഴി തുടങ്ങുന്നത് ഇവിടുന്ന. നമ്മൾ ആ വന്ന് ഇത് കോമണാ? ഇത് കോമണാ. അല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത് കോമൺ വഴിയാണോ അതോ നമുക്കുള്ള വഴിയാണോ? നമുക്ക് ആ 4 കൂട്ടർക്ക് മാത്രം അത് കോമൺ വഴി. കോമൺ നടുക്കൂടല്ലേ പുള്ളിയുടെ സ്ഥലത്തിൻ്റെ നടുക്കൂടല്ലേ. ഈ ജെയിംസിന്റെ സ്ഥലത്തിന്റെ നടുക്കൂടാ വഴി വന്നിരിക്കുന്നു. ജെയിംസ് വീട് വെക്കുന്നതാണ്. അതേ കുഴപ്പമാവോ? അപ്പൊ അതിലെ കൂടെ ആൾക്കാർ നടന്നു പോകത്തില്ലേ പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ? അല്ല അതിന് നടക്കുന്നതിന്റെ കുഴപ്പം. ബാക്കിയുള്ളതൊക്കെ അല്ല അപ്പൊ പുള്ളിക്ക് എങ്ങനെയാ റോഡ് വരുന്നത്? ഇത് തന്നെ പിന്നെ അപ്പൊ ഇതിപ്പോ ടാർ ചെയ്യുമ്പോൾ ജെയിംസ് പൈസ തന്നിട്ടുണ്ടോ? ഇല്ല, ഇതിന് ജെയിംസ് അല്ല, ഇന്നത്തെ ഈ പാർട്ടിക്ക് ഏതൊക്കെ ഈ പാർട്ടിയുണ്ട്. അയാൾ പണ്ട് ഈ വഴിയെടുത്തപ്പോൾ ഞാൻ പൈസ മുടക്കിയതാണെന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം വിട്ടു കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് കഴിഞ്ഞ മാസം എല്ലാവരും ടെസ്റ്റ് കൊടുത്ത് 12 പേര് 3000 രൂപ വെച്ച് ഈ പുള്ളിക്ക് അപ്പം എൻ്റെ കൊടുത്തപ്പോൾ പുള്ളി റെഡിയാക്കി സൈൻ ചെയ്തു. അപ്പം നമ്മൾ ടാറിങ് തുടങ്ങുന്നത് ഇവിടുന്നാണോ? ഇവിടെ കംപ്ലീറ്റ് ടാറി അറ്റം വരെ. എങ്ങോട്ട്? അങ്ങോട്ട്? അല്ല, ഇവിടുന്ന് ഇവിടം വരെ. ഇവിടം വരെ എവിടുന്നാ തുടങ്ങുന്നത്? അവിടുന്ന് അങ്ങേറ്റം വരെ. അങ്ങേറ്റം വരെ ഇവിടം വരെ അങ്ങേറ്റം വരെ കാണുമായിരിക്കും. അല്ല അപ്പൊ ഇതോ? ഇത് നമ്മുടെ കോമൺ. ഇതാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന വഴി. ഇതാണ് നമ്മുടെ അങ്ങോട്ട് നമ്മൾ മറ്റേ വാങ്ങിച്ച വഴി ഏതാ? ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഈ കോൺക്രീറ്റിന്റെ ഇവിടുന്ന്. ഇവിടെ വെള്ളം കയറുന്നോണ്ട് ഇപ്പൊ ചെയ്തതാണ്. ഓഹോ, നീ അങ്ങോട്ട് പോകണം അല്ലേ? ഇതിപ്പോ വീട് പണിയൊക്കെ വണ്ടി വരും അല്ലേ? പിന്നെ ലോഡ് പിന്നെ മറ്റേ ഇത് റബ്ബറിന്റെ ലോഡ് കംപ്ലീറ്റ് ഇതല്ലേ കൊണ്ടുപോയി അറിഞ്ഞ്. റബ്ബർ വെട്ടി കംപ്ലീറ്റ് ലോഡ് ഇതിലേ കൊണ്ടുപോയത്. ഓ, സ്ലോട്ടർ. ഇതല്ലേ ജെയിംസിന്റെ വീട്? ജെയിംസ് പണിയുന്നത് മറച്ചു വിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അത് നോക്കിയോ, നീ നോക്കിയോ, ഭയങ്കരമായിട്ട് പോകും. ഇത് ചെറിയ ബഡ്ജറ്റുള്ള വീടാണ്. ഇവിടെ 1.40 പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാതിരിക്കുക. സ്ഥലത്തിന് വില 2-3 പാർട്ടീസ് അത്രേ ഉള്ളൂ അല്ലേ? 1.40. മാർക്കറ്റ് ഇപ്പൊ കുറവല്ലേ? മാർക്കറ്റ് കുറവായതുകൊണ്ട് ഇതൊക്കെ പുള്ളിയുടെ സ്ഥലം അല്ലേ? പക്ഷെ അച്ഛൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കോമൺ വഴി. ഇതാണ് വഴി കോമൺ ആയിട്ട്. നേരെ 12 അടി വീതിയിൽ നമ്മൾ വഴിയെടുത്ത് ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇത് വേറെ. ഇതിപ്പോ പകരം ഇപ്പൊ പുള്ളി ഇങ്ങനെ ചെയ്തിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പുള്ളി ചോദിച്ചു സാറിന് ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. എങ്ങനെ വേണമെങ്കിൽ കുഴപ്പമില്ലാന്ന്. അല്ല അപ്പൊ ഈ വീട് വാങ്ങിക്കുന്നവർക്ക് വഴി ഇതിലേ അവർക്ക് ഇങ്ങനെയാണോ അങ്ങനെയാണോ? അല്ല, അവർക്ക് ഈ അവര് വല്ല മതിൽ കിട്ടിയാലോ? അവര് അവിടെ വഴി കിട്ടും, നമ്മളെ വഴി കിട്ടും. വഴി ചെയ്യാൻ പറ്റത്തില്ല. അവര് വീടിന്റെ ഫ്രണ്ടില്ലേ വഴി കിട്ടും. അത് പറ്റത്തില്ല. ഇത് പക്ഷെ റെഡിയാക്കി എടുക്കണം അല്ലേ? അതൊക്കെ പുള്ളി റെഡി ആയിക്കോളും. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അതൊക്കെ പുള്ളി റെഡി ആയിക്കോളും. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതിപ്പോ പുന്നക്കുഴിയാന്ന് പറയത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക്. നമ്മുടെ ആലപ്പുഴയിലെ വീടിനേക്കാളും ചെറുതല്ലേ ചെറിയ വീടല്ലേ? ഇതൊരു 25 lakhs പറഞ്ഞല്ലേ? കാണത്തില്ല, ഇവിടെ ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് പുള്ളി അതിനകത്ത് കൊടുക്കുന്നത്. അടുത്തത് ഭയങ്കര ജീവിക്കാൻ പഠിച്ച അങ്ങനെ വരുമ്പോ പുള്ളി ഭയങ്കര ബിസിനസ് ഇല്ല, കരച്ചില്ല, ഭയങ്കര ജെയിംസ് ഏതാ വെച്ചത്? അയാൾ 2 കടയുണ്ട് കടുത്തിട്ടിൽ. ആരത്? കച്ചവടക്കാരനാണ്, ബേക്കറി കടയാണ്. മാപ്പിളമാര് ജീവിക്കാൻ പഠിച്ചത്.
ഇതിപ്പോ എത്ര പേരുടെ ഓണർഷിപ്പ് ഉണ്ട് ഈ ലാൻഡ്? ഇപ്പം രാജേഷ്, നമ്മളെ ഈള, ഷാജി, പിന്നെ ജെയിംസ്, 4 പേര്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങേയറ്റം അവർക്ക് അവർ 2 വഴി മേടിച്ചിട്ട് അങ്ങേയറ്റം. അല്ല ഇതിപ്പോ നമ്മള് 4 കൂട്ടർ. ഇതിപ്പോ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ലേ? അല്ല അതിപ്പോ രാജ്യനായിട്ട് അവിടെ ചെറിയുന്ന കൂട്ടത്തിൽ ഇവിടെയും ചെയ്യണം. അല്ല ഇതിപ്പോ ഷെയർ ചെയ്യുന്നത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഒറ്റയ്ക്കൊന്നും പൈസ ഇടണ്ട. വേണ്ട ഷെയർ ചെയ്യുക എല്ലാം. അല്ല ഞാൻ ചോദിക്കുന്ന നമ്മുടെ സ്ഥലം വിൽക്കുന്ന സമയത്തെ വഴി ഇത് ഈ വഴി ഓരോരുത്തർക്കും ഇത് പ്ലോട്ടാക്കാം വേണമെങ്കിൽ. പിന്നെ എവിടുന്ന് വേണമെങ്കിലും വഴി എടുക്കാം. പിന്നെ ഇങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കാം. പക്ഷെ അത് വഴി പോകത്തില്ല. അങ്ങനെ ഒറ്റ വഴി ഇട്ടിട്ട് ഓക്കെ പക്ഷെ കോമൺ വഴിയായി. അല്ല അതിപ്പോ ഇങ്ങനെ ഗ്രാവൽ ആയതുകൊണ്ടാണ്. മറ്റേ ടാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലുക്ക് വേറെയോ. പിന്നെ അത് മാറും. നമ്മുടെ SKP സ്കൂൾ ഇങ്ങനത്തെ തന്നെയല്ലേ? ഏറ്റവും ബെസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഏറ്റവും താഴെ 2 ആണ് അവിടെ ഭയങ്കര. ഇതിനകത്ത് എത്ര വാഴയുണ്ട് വെച്ചാ? വാഴ ഒരു 400-500 വാഴയെങ്കിലും വേണം. 500 വാഴയോ? 500 മിനിമം കാണും. മുകളിലൊക്കെ ഇല്ല. അപ്പുറത്തെ സൈഡിൽ മുകളിൽ ചക്ക ഇല്ലല്ലേ? ഉണ്ടല്ലോ, താഴെ പിടിച്ചിട്ടുണ്ട്. എന്താ നമ്മള് പണ്ട് ചക്ക ഇട്ടോണ്ടിരുന്ന ഇതിന്നാണോ പ്ലാവിന്നാണോ പോയില്ലേ പണ്ട് വെട്ടു കൊടുക്കുന്ന അച്ഛൻ? റബ്ബർ എല്ലാം വെട്ടിയല്ലേ? പിന്നെ കംപ്ലീറ്റ് എല്ലാം മുകളിലേക്ക് റബ്ബർ ഇല്ലായിരുന്നു അച്ഛാ? എല്ലാം പോയെന്നേ. പുള്ളി 200 തെങ്ങും വെച്ചോ? ഇനിയാ ഇപ്പൊ എത്ര കൊല്ലേ വെച്ചത്? ഇനി 3 കൊല്ലം കൂടെ ഉണ്ട്. പക്ഷെ പുള്ളി പൈസ ഒന്നും പറഞ്ഞോ? പുള്ളിക്ക് ഇത് അതുകൊണ്ട് മെച്ചമുണ്ടോ പുള്ളിക്ക്? ലാൻഡ് ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് പുള്ളി എത്ര സ്ഥലത്താണ് വിചാരിക്കുന്നത്? കൊല്ലം ഇവിടെ പുള്ളിയും ഫ്രണ്ട്സും കൂടി ഇവിടെ അടുത്തിട്ട് 10-80-70 ഏക്കർ ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിയാണ് ഇപ്പൊ സത്യം നമുക്ക് കൊല കൊണ്ട് തരുന്നത്. പുള്ളി എത്ര കിലോയ്ക്ക്? ഇതിപ്പോ പൈസ ഒന്നും മേടിക്കുന്നില്ല. ഇല്ലേ? ഇപ്പൊ ഈ ഇടയായിട്ടൊന്നും മേടിക്കുന്നില്ല. പുള്ളി ഇങ്ങോട്ട് പൈസ തരാറുണ്ട്. പുള്ളി ഇങ്ങോട്ട് വേറെ കുറച്ച് പൈസ തരാനുണ്ട്. അതുകൊണ്ട് കൂടി മേടിക്കുന്നില്ല. അങ്ങോട്ട് അങ്ങേറ്റം വരെ പോയിട്ട് അങ്ങോട്ടല്ലേ? ഇതിലെ ഇതെന്താ വെച്ചാ വെള്ളം? ഇതൊക്കെ വെള്ളം അവിടുന്ന് വെള്ളം വരണ്ടേ ഇത് നനയ്ക്കാൻ? മറ്റേ അവിടെ രാവിലെ മോട്ടർ ഉണ്ടോ? അത് ഫ്രീ അല്ലേ ഗവൺമെന്റിന്റെ? ഫ്രീ ഗവൺമെന്റിന്റെ വിറ്റിട്ടുണ്ട്. അതെവിടെ? അത് കാണിച്ചു. അല്ല ഇപ്പൊ കറണ്ടോ? കുളത്തിന്റെ തൊട്ടിപ്പറേ. ഓ അവിടുന്ന് തന്നെ. അവിടെ താഴെ ഇതിപ്പോ അങ്ങോട്ട് പൈപ്പ് അങ്ങൂരം ഉണ്ടോ? പിന്നെ താഴെ ഇതിപ്പോ കുളത്തിൽ നിന്നുള്ള പൈപ്പാണോ? കുളത്തിൽ നിന്നുള്ള വെള്ളം അവര് മറ്റേ കുളത്തിൽ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും വെച്ചാ? ആണോ? ചില വാഴയൊക്കെ മറിഞ്ഞു കിടപ്പുണ്ടല്ലോ അല്ലേ? ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ ആയിരുന്നല്ലോ. ഇവര് വാഴ നനയ്ക്കുവോ അന്ന്? സോമനൊക്കെ എന്ത് പറയുന്നു വെച്ചാ? ഉണ്ടല്ലേ? പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? സോമന്റെ മോനോ? അല്ല ഒരു മരുമോനില്ലേ പുള്ളിക്ക്? പുള്ളി ബസ് ഓടിക്കുന്നവര്. ഇതാ ബോർഡർ അല്ലേ? ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ജയേന്ദ്രൻ കൊച്ചിന്റെ സ്ഥല. അല്ല പുള്ളിയുടെ എല്ലാം വിറ്റ് പോയോ? അവരൊന്നും കൊടുക്കത്തില്ല അല്ലേ? ഇത് അങ്ങോട്ട് രാജേന്ദ്രന്റെയാ. എല്ലാം വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കുക. വിശാൽ
ഏ? വഴിയെടുത്ത എല്ലാം വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നു. ഫോട്ടോ ആണെങ്കിൽ ശരിയാവത്തില്ല. മൊത്തം ഒരു പച്ച പഴയ കുരുമുളകൊക്കെ നിൽക്കുന്നു. ഇത് അതൊക്കെ നമ്മുടെ അല്ലേ? ഇതിന്റെ റബ്ബറിന്റെ റബ്ബർ ഉണ്ടല്ലോ, അവരുടെ റബ്ബർ എടുത്തിട്ടില്ല. അപ്പൊ നീ ആ മോട്ടറും കൂടെ കണ്ട്. നിങ്ങൾക്ക് വേറെ കൃഷിയൊക്കെ ഉണ്ടല്ലേ? അമ്മ വരാറുണ്ടോ? അമ്മയ്ക്ക് വീഡിയോ കാണാം. അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഈ കാലിങ്ങനെ കുഴിയത്തില്ലേ? അപ്പുറത്തൂടെ വരാം. ഇങ്ങോട്ട് തിരിച്ച് അമ്മ JCB-ക്കകത്ത് വെച്ചാ JCB-യുടെ കൈ പൊക്കി മറ്റേ അമ്മ കേക്കണം. മറ്റേ വാട്ടർ ടാങ്ക് പൊളിക്കാൻ JCB-യുടെ കൈ പൊക്കുന്നില്ല. അല്ല അത് നല്ല സ്ട്രോങ് അല്ലേ? അത് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് അതിനകത്ത് വെള്ളം അടിക്കാൻ പറ്റുമോ? അല്ല അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണോ? അപ്പൊ പിന്നെ പേടിക്കണ്ട. അത് എത്ര ലിറ്റർ? അതപ്പോ ആ വെള്ളം നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ഓ അത് റെഡിയാക്കി എടുത്താ മതി. യൂറോപ്യൻ. എന്നിട്ട് ഈ മുകളിലത്തെ വെള്ളം ഇങ്ങോട്ട് എടുക്കുക. അല്ല പണിക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. എല്ലാം അവര് ഡ്രസ്സ് മാറാനും ഒക്കെ അവിടെ കൂമ്പൊക്കെ കിടക്കുന്നു. നമുക്ക് എന്തായാലും വേണമെങ്കിൽ പുള്ളികൾ പറഞ്ഞാൽ മതി അല്ലേ? ഫുള്ള് ഏത്തക്കൊലയാണോ? അല്ല ഏത്തക്കൊല മാത്രമാണോ? അല്ല വാഴയല്ല, ഏത്തവാഴയാണിത്. ഞാലിപ്പൂനൊക്കെ ഉണ്ടോ? അഞ്ചു ചേച്ചിക്ക് ഇത് അയക്കാം. കണ്ടിട്ടില്ലല്ലോ അവരൊക്കെ. മറ്റേ പാറ പോലത്തെ സ്ഥലം. അപ്പൊ അതൊക്കെ വ്യത്യാസമായി പോയി അല്ലേ? അതിന് വെള്ളം വന്നുകൊണ്ടിരുന്നതല്ലേ? മോട്ടറിന്റെ ആ കുളം ഒന്ന് കണ്ടുവെച്ചാ എൻട്രി ചെയ്യല്ലേ? അപ്പുറം. ഓ ഇത് പ്രത്യേക ലൈനൊക്കെ എടുത്തല്ലേ? അവര് തന്നെ എടുത്താണോ? ഫ്രീ എന്ന് പറഞ്ഞ കറണ്ട് ഫ്രീയാ. ആന്നോ? പിന്നെ സബ്സിഡി ഉണ്ട്, 20,000 രൂപ സബ്സിഡി ഉണ്ട് മോട്ടറിനോ? 20,000 രൂപ കൃഷിക്ക് ഇവര് കൊടുക്കുന്നതാണോ? ഗവൺമെന്റിന് കൊടുക്കും. കേരള ഗവൺമെന്റ് കൊടുക്കുന്ന? അതെ. ഇതിന് പൈസ ഇല്ല, കറണ്ട് ചാർജിന് പൈസ ഇല്ല. ഇവര് നനയ്ക്കുന്നതിനൊക്കെ ഫ്രീയാ. കൊള്ളാം കേട്ടോ പരിപാടി. ബില്ലൊന്നും വരുന്നില്ല. ഇത് വേറെ കണക്ഷൻ എടുക്കാം. അത് ചെയ്യത്തില്ല. ഇവിടെ തെങ്ങ് വെച്ചിട്ടുണ്ട്.
മറ്റേ അമ്മച്ചിയുടെ സ്ഥലം അപ്പുറത്തല്ലേ? ഏത്? ഏലിയാമ്മ. ഇത് എന്ത് ഏലിയാമ്മയല്ലേ? അതെ അതേതാ? അതൊരു ഇതല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ അവര് ഇപ്പോഴും അതുപോലെ തന്നെ അല്ലേ? അവര് കെട്ടിട്ടില്ല. പുറത്ത് പോകുന്നുണ്ടോ അവര്? ഇടയ്ക്ക് ഇവിടെ കാണാം. എവിടെ സ്ഥലം? എവിടെ? സൗദി അറേബ്യ, ദുബായിയോ? ദുബായ് ആണോ ബഹ്റിനാണോ? നല്ല കാറ്റാട്ടോ അച്ഛാ. അത് ഈ മരം നിൽക്കുന്നുണ്ട്. ആ നോക്കട്ടെ. തിരിച്ചു പോകണം കേട്ടോ. ഈ കുളം നമ്മളാ ചെയ്തല്ലേ? 80. ആദ്യമായിട്ട് പിന്നെ അവസാനം AC മറ്റേ ഇത് വന്നില്ലേ, മറ്റേ ഇറ്റാച്ചി കൊണ്ടുവന്ന് ഇറക്കി തിരിച്ചു പോയപ്പോൾ അവിടുത്തെ ഇത് കുടിക്കുന്നു പറഞ്ഞ എനിക്ക് സാധനം ഏത് പണിയാ? അത് ഇറക്കി പോയപ്പോൾ അവിടെ എങ്ങാണ്ട് പോയി മുട്ടി അവിടെ അവര് തടഞ്ഞു വെച്ചു. ടാറ് ചെയ്തപ്പം ഇത് ഇറങ്ങിയപ്പോൾ ടാറ് പോയി. പിന്നെ നാട്ടുകാർ പറഞ്ഞു ഈ പഞ്ചായത്തിൽ നിന്ന് അവൻ പൈസ കൊടുക്കത്തില്ല. അതെ, ഇറ്റാച്ചിക്കാരൻ പറഞ്ഞു ഞാൻ പൈസ ഒന്നും കൊടുക്കത്തില്ല, ഞാനിങ്ങനെ പലതും കൊണ്ടുപോകുന്നു. പിന്നെ 2000 രൂപ നമ്മൾ കൊടുക്കുന്നു. എവിടെ മുട്ടിന്ന് വെച്ചാ ടാറ് പോയോ? ഇത് ഇറക്കിയപ്പം ഇതിങ്ങനെ ഹിറ്റാച്ചി നിന്ന് ഇറക്കിയപ്പോഴേ പിന്നെ അത് വേറെ ഹിറ്റാച്ചി എങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ലോറി ഇവിടെ കൊണ്ടുവന്നു. ലോറി കൊണ്ടുവന്നു അന്ന് പിന്നെ എന്നിട്ട് ഇതിനകത്ത് ഇറക്കി JCB ഇറക്കി. അന്ന് പിന്നെ കൃഷി ഇതൊന്നും ഇല്ല അല്ലേ? അപ്പൊ ചുമ്മാ കിടക്കില്ല. അത് കഴിഞ്ഞല്ലേ കൊടുത്തത്. ഹിറ്റാച്ചി വേണോ ഇതിന്? അല്ല, ഞാൻ ആ കരിങ്കല്ല് അല്ലെങ്കിൽ വെച്ചപ്പോൾ വെടി പൊട്ടിക്കുന്നു. നെയ്സറി ഉള്ളതുകൊണ്ട് ശല്യം. അതുകൊണ്ട് എല്ലാവരും വെടി പൊട്ടിച്ചിരുന്നെങ്കിൽ വെള്ളം കിട്ടിയത്. അത് പക്ഷേ കുളിക്കാൻ മുകളിൽ അടിയിൽ വെള്ളം വരത്തില്ല അല്ലേ? അടിയിൽ ഉണ്ട്, ഉറവുണ്ട്. പക്ഷെ അവനാ ഇതിപ്പോ ഈ വെള്ളം ഇതിപ്പോ